ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വാർഡ്രോബ് എങ്ങനെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സുകളെല്ലാം മാക്സിമം ഡ്രസ്സുകൾ കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും, അതിന് പറ്റിയ കുറച്ച് സാധനങ്ങൾ, നല്ല അടിപൊളി സാധനങ്ങൾ ഐക്കിയയിലുണ്ട്. ഐക്കിയ ഓൺലൈൻ ഷോപ്പിംഗ് വഴി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്നു, ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഐക്കിയയിലെ പ്രോഡക്റ്റ് നെയിമും നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നാട്ടിൽ മീഷോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഐക്കിയയിൽ നിന്ന് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പം അവർ നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത് നല്ല അടിപൊളിയാണ് ആയിട്ടാണ് കേട്ടോ. ഇതുവരെ ഒരു സാധനവും നമുക്ക് ഡാമേജ് ആയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല കെയർഫുള്ളായിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റിൽ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ എത്രത്തോളം സ്പേസ് സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. ഇതുപോലെയുള്ള ഒരു ഹാങ്ങിങ് ഇതാണ്. അതിനകത്ത് കുറേ റാക്സായിട്ട്. ആക്ച്വലി ഇത് അവരവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഷൂ റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിത് ഉപയോഗിക്കാമല്ലോ. അപ്പം ഞാനിതിവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ സാരി ബ്ലൗസസ് മൊത്തം വെക്കാനായിട്ടാണ്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഒരു 30 ബ്ലൗസസ് ഉണ്ട് കേട്ടോ. അത് മൊത്തം നമ്മൾ ഇതിനകത്ത് വെക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ഈ റാക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 4 എണ്ണം വീതം 4 റോ ഉണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളുടെ കബോർഡിൻ്റെ സൈസ് അനുസരിച്ച് 3 റോ ആണ് നമ്മൾ വെക്കുന്നുള്ളൂ. ഇതിങ്ങനെ നമുക്ക് മടക്കി വെക്കാൻ പറ്റും നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് അനുസരിച്ചിട്ട്. അപ്പോൾ 4 എണ്ണത്തിൻ്റെ 3 റോ എന്ന് പറയുമ്പോൾ 12 റാക്കാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനകത്ത് 2 or 3 വെച്ച് വെക്കാം. ഞാൻ ഇപ്പോൾ ഓരോന്ന് വെച്ച് പോവാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് സാരി ബ്ലൗസ് അല്ലെങ്കിൽ അണ്ടർവിയേഴ്സ് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സ്റ്റോറേജ് ഐറ്റംസ് എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കണ്ടോ, എല്ലാ സാരി ബ്ലൗസ് ഇതുപോലെ വെക്കുവാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് കബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്പേസ് മതി കേട്ടോ. ഇത്രയധികം സാധനങ്ങൾ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസിലി ആക്സസിബിൾ ആണ്. അതായത് പെട്ടെന്ന് നമുക്ക് വേണ്ട ഒരു ഡ്രസ്സ് എടുക്കാൻ പറ്റും. ഇപ്പോൾ സാരി ബ്ലൗസ് തന്നെയായാലും ഈ ബ്ലൗസ് നമുക്ക് കൃത്യമായിട്ട് എളുപ്പത്തിലെടുക്കാം, എളുപ്പത്തിൽ നമുക്ക് തിരിച്ചു വയ്ക്കുകയും ചെയ്യാം. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിരുന്നത് വേറൊരു രീതിയിലാണ് ഞാൻ ഇത് സ്റ്റോർ ചെയ്തിരുന്നത്. ഈ സാരി ബ്ലൗസൊക്കെ നിങ്ങൾ കണ്ടല്ലോ, 2 കവറിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് അത് ഹാങ്ങറിലാണ് നമ്മൾ കബോർഡിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കൊരു ബ്ലൗസ് വേണമെങ്കിൽ ഈ കവറിൻ്റെ ഉള്ളിലുള്ള ഫുൾ സാധനങ്ങൾ പുറത്തിട്ടാലാണ് നമുക്ക് ആവശ്യമുള്ള ഐറ്റം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റോറേജ് തിങ്സിനെ കുറിച്ചൊന്നും ഞാൻ അത്ര ബോധേഡല്ലായിരുന്നു കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഇത് കണ്ടാലും ഇത് നമുക്ക് അത്ര ആവശ്യമുള്ള സാധനം അല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നീട് ഇതിനകത്ത് ഐക്കിയയുടെ ഐറ്റംസ് അവരതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഇതിന് ഇത്രയധികം യൂസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതിപ്പിന്നെയാണ് ഇങ്ങനെയുള്ള ഈ സ്റ്റോറേജ് ബോക്സസ്, സ്റ്റോറേജ് ഐറ്റംസിലേക്കൊക്കെ ശ്രദ്ധ പോയത്. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവരും ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. കണ്ടോ, അത് ഹാങ് ചെയ്തിട്ട് നോക്കിയാൽ എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന്. പിന്നെ ഇതിനകത്ത് എല്ലാ ബ്ലൗസും നമുക്ക് ഒറ്റയടിക്ക് വിസിബിളാണ്. ഏത് വേണമെങ്കിലും ഈസി ആയിട്ട് എടുക്കാം. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാഗുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഇതുപോലെ തന്നെ ഒരു ഹാങ്ങറാണ്. അപ്പോൾ അതിനകത്ത് 5 റാക്സാണുള്ളത്. കണ്ടോ, ഒരു സൈഡിൽ 3 എണ്ണം, മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ 2 എണ്ണം. അപ്പോൾ അത് പല സൈസിലുള്ള ബാഗുകൾ വെക്കാം കേട്ടോ. അതായത് ഒരു സൈഡിൽ ഒരു മീഡിയം സൈസിലുള്ളതും ഓപ്പോസിറ്റ് സൈഡിലുള്ളത് നല്ല വലുപ്പമുള്ള ബാഗ് വരെ വെക്കാവുന്ന റാക്സാണ്. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് ബാഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് റാക്കിൻ്റെ ഉള്ളിൽ ഒരു ബാഗിന് പകരം 2 ബാഗ് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഈ എംറ്റി ആയിട്ടുള്ള ബാഗൊക്കെ ആണെങ്കിൽ 2 ബാഗ് വരെ വെക്കാം. ഇവിടെ ഒരു ബാഗ് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതുപോലെ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ബാഗോളം നമുക്ക് ഈ ഒരൊറ്റ സ്റ്റോറേജ് ഹാങ്ങറിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. ഈ സൈഡിലെ കണ്ടോ റാക്സ് ഇത്തിരി കൂടി വലുപ്പമുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്യാം. വളരെ കുറച്ച് സ്പേസ് മതി.
കണ്ടോ? പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതേ ബാഗ് എടുത്ത് തിരിച്ച് വെക്കാം. വളരെ ഈസിയാണ്. ഇതാണ് ഈ 2 ഐറ്റംസാണ് ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു നൈലോൺ പോളിത്തീൻ മെറ്റീരിയലിൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. പെട്ടെന്ന് തണുപ്പടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ, നനവ് പറ്റുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒത്തിരി ഡ്രസ്സ് നമുക്ക് വെക്കാൻ പറ്റും. നമ്മളിത് തുറന്ന് നമ്മളത് വെച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ എൻ്റെ വാർഡ്രോബിൻ്റെ ഉള്ളിൽ ഒരു ഏറ്റവും മുകളിലത്തെ കള്ളിയിൽ ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ, അതായത് നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കാത്തത്, പഴയതായാലും നമുക്ക് കളയാൻ തോന്നാത്ത ചില ഡ്രസ്സുകൾ, അങ്ങനെയൊക്കെ കുറേ ഉണ്ടാവുമല്ലോ. ഒരു റാക്ക് നിറയെ ഇരിക്കുമായിരുന്നു വാർഡ്രോബിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് മൊത്തത്തിലെടുത്ത് ഈ ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ 50% സ്പേസ് നമുക്ക് സേവ് ചെയ്യാം. അതായത് മുമ്പ് വെച്ചിരുന്നതിൻ്റെ പകുതി സ്പേസ് നമുക്ക് ഇതിനകത്ത് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിരിക്കും. അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാം. അപ്പോൾ അതാണ് ഈ സ്റ്റോറേജ് ബാസ്ക്കറ്റ്സിൻ്റെയും ഇതുപോലെയുള്ള സ്റ്റോറേജ് ഐറ്റംസിൻ്റെയും ഒരു ഗുണം. ഒത്തിരി സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, കൂടുതൽ സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ഡ്രസ്സസ് വെച്ചിട്ട് വീണ്ടും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഡ്രസ്സസ് വെച്ചു ഇതിനകത്ത്. അപ്പോൾ ഈ നമ്മുടെ വാർഡ്രോബിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും മുകളിലത്തെ കള്ളിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. വൺസ് ഇൻ എ വൈൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് ഏറ്റവും മുകളിലൊക്കെ ആയിട്ട് വെക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാനായിട്ട് അതിനകത്ത് നമുക്കിങ്ങനെ പുള്ളി ചെയ്യാനായിട്ടൊരു സാധനമുണ്ട്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങ് പുള്ളി ചെയ്തെടുക്കാം. കണ്ടോ? വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇനി അടുത്തതായിട്ട് വേറൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. ഇത് വേറൊരു ഷേപ്പിൽ, ഇതിനകത്തും ഒത്തിരി ഡ്രസ്സ് കൊള്ളും കേട്ടോ. ഞാൻ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ വേറൊരു വാർഡ്രോബിൻ്റെ ഉള്ളിൽ ഒരു റാക്ക് ഫുൾ വെച്ചിരുന്ന ഡ്രസ്സുകൾ നമുക്ക് ഈ ഒരൊറ്റ സ്റ്റോറേജ് ബോക്സിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 70% സ്പേസ് സേവ് ചെയ്യാം കേട്ടോ. ഓൺലി എന്താ പറയുക, അതിനകത്തൊരു 1/3 ഭാഗത്ത് നമുക്ക് ഈ ഡ്രസ്സ് കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഇത് മോളുടെ ഡാൻസിൻ്റെ ഡ്രസ്സുകളാണ്. ചെറിയ ക്ലാസ് തുടങ്ങിയുള്ള ഡാൻസിൻ്റെ ഡ്രസ്സുണ്ട്. നമ്മളൊന്നും കളയാൻ തോന്നാറില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒത്തിരി വില കൊടുത്ത് വാങ്ങുന്ന ഡ്രസ്സുകളാണ്. പിന്നീട് യൂസ് ഇല്ലേലും ഇതെല്ലാം ഇങ്ങനെ ഒരു നല്ലൊരു ഇതായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഇതുപോലെ ഡാൻസിൻ്റെ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അവർ വളർന്നു വരും. അപ്പോൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് പാകമല്ലാണ്ടാവും. എന്നാലും എല്ലാ ഡാൻസിൻ്റെ ഡ്രസ്സുകളും കൂടി ഇതിനകത്ത് വെക്കാൻ പറ്റി. ഇനിയും സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒതുങ്ങിയിരുന്നോളും. ഒത്തിരി ഡ്രസ്സ് ഒറ്റ സ്റ്റോറേജ് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കൊള്ളിച്ചു. അപ്പോൾ ഈ കബോർഡിൻ്റെ കണ്ടോ, ഒരിത്തിരി സ്പേസ് മതി ഇത്രയും ഡ്രസ്സ് വെക്കാനായിട്ട്. ഇനി അടുത്തത് വേറൊരു എന്താ പറയുക, ക്യാരി ബാഗ്, സ്റ്റോറേജ് ബാഗ് എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഞാനിതൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എന്തോരം ഡ്രസ്സാണ് കൊള്ളുന്നതെന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് കണ്ടാലാണ് ഇത് അറിയത്തുള്ളൂ. ഇത് നമ്മുടെ വിൻ്ററിൽ ഉപയോഗിക്കുന്ന വൂളൻ ഡ്രസ്സസ്സാണ് എൻ്റെ മോളുടെയും. ഇത് കണ്ടോ, ഒത്തിരി ഡ്രസ്സസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്ത് കൊള്ളും എന്നുള്ളതാണ്. ഒത്തിരി ഡ്രസ്സ് കൊള്ളും. അപ്പോൾ ഈ എല്ലാ വൂളൻ ഡ്രസ്സും ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഗൾഫ് കൺട്രീസൊക്കെ ആകുമ്പോൾ നമ്മളുടെ ഈ സീസൺ അനുസരിച്ച് നമ്മൾ ഡ്രസ്സുകൾ മാറ്റുമല്ലോ. അപ്പോൾ സമ്മറായി കഴിയുമ്പോൾ വിൻ്റർ ഡ്രസ്സ് എല്ലാം കൂടി എടുത്ത് നമുക്ക് വേറൊരു സ്ഥലത്ത് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതിനൊക്കെ പറ്റിയൊരു സ്റ്റോറേജ് ബാഗാണിത്. എല്ലാ വൂളൻ ഡ്രസ്സും കൂടി ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു കബോർഡിൽ, ഈ ഒരു റാക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചേക്കുവാണ്. അപ്പോൾ ഈ 2 സ്റ്റോറേജ് ബാസ്ക്കറ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ സ്റ്റോറേജ് ഐറ്റംസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.